ബോബി ചെമ്മണ്ണൂരിന് വമ്പൻ തിരിച്ചടി. ദുരന്തഭൂമിക്കടുത്ത് പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ച് നവവത്സര ആഘോഷം സംഘടിപ്പിക്കാനൊരുങ്ങി ബോബി ചെമ്മണ്ണൂർ. അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. ജില്ലാ ഭരണാധികാരികൾക്കും ഹൈക്കോടതിയുടെ താക്കീത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രകൃതി ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മനുഷ്യസ്നേഹികൾ ആരും ഇതുവരെയും മുക്തരായിട്ടില്ല. പ്രകൃതി സംഹാര താണ്ഡവമാടിയപ്പോൾ ഒരു പ്രദേശം ഒന്നാകെയാണ് തൂത്തുമാറ്റപ്പെട്ടത്. പല മൃതദേഹാവശിഷ്ടങ്ങളും പൂർണ്ണമായി കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ഈ വിധമൊരു ദുരന്തം മറ്റെവിടെയും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയാണ് മനുഷ്യത്വം മരവിക്കാത്ത ഏവർക്കുമുള്ളത്. എന്നാൽ തന്റെ കച്ചവട താല്പര്യങ്ങൾക്ക് മുന്നിൽ ഈ വിധം മാനുഷിക മൂല്യങ്ങൾക്കൊന്നും വില കൽപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് വ്യാപാരിയായ ബോബി ചെമ്മണ്ണൂരിനുള്ളത് എന്ന് പറയാതെ വയ്യ. നവവത്സര ആഘോഷത്തിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂർ ആവിഷ്കരിച്ച പദ്ധതികൾ വിരൽ ചൂണ്ടുന്നത് അവിടേക്കാണ്. ദുരന്തഭൂമിക്ക് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള തന്റെ ബോച്ചെ 1000 ഏക്കർ എന്ന എസ്റ്റേറ്റിൽ ലഹരിയൊഴുക്കി ആട്ടവും പാട്ടും ആഘോഷവും നടത്താനാണ് ബോച്ചെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പുതുവത്സര തലേന്ന് 20,000 പേർ പങ്കെടുക്കുന്ന പുതുവർഷാഘോഷ പരിപാടികളാണ് ബോച്ചെ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരുന്നത്. ദുരന്തത്തിന്റെ തീവ്ര സ്മരണകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആഘോഷങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് വിവിധ കോണുകളിൽ നിന്നും അഭ്യർത്ഥന ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം അവഗണിച്ച് ലഹരി ഒഴുക്കുന്ന പുതുവത്സര ആഘോഷവുമായി മുന്നോട്ടു പോകാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനം. പുതുവർഷ തലേന്ന് 20,000-ഓളം പേർ അവിടെ ഒത്തുചേരുമെന്നായിരുന്നു സംഘാടകരുടെ അവകാശവാദം. മനുഷ്യത്വരഹിതമായ ബോച്ചയുടെ ഈ വിധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ അധികൃത കേന്ദ്രങ്ങളെ സമീപിച്ച് പ്രതിഷേധം അറിയിച്ചത്. കൂടാതെ ഹൈക്കോടതിയിൽ പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. ഈ പരാതിയുടെ അടിയന്തര പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ബോച്ചെ 1000 ഏക്കറിലെ പുതുവത്സര ആഘോഷത്തിന് ഹൈക്കോടതി സ്റ്റേ പുറപ്പെടുവിച്ചത്. ബോച്ചെ സൺബേൺ ന്യൂ ഇയർ പാർട്ടി എന്ന പേരിലുള്ള ആഘോഷമാണ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. എസ്റ്റേറ്റ് നിൽക്കുന്ന ഭാഗം പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തേക്ക് ക്രമാതീതമായി ആളുകൾ എത്തുന്നത് നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ ന്യൂ ഇയർ പാർട്ടി നടത്താൻ പാടില്ലെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. 10,000 ഒത്തുചേരുന്ന ഈ വിധമൊരു പരിപാടിക്ക് ഒരു വിധത്തിലുമുള്ള അനുമതികളും നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്തും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തുടർന്നാണ് ദുരന്ത സാധ്യത കണക്കിലെടുത്ത് നിരോധന ഉത്തരവ് കർക്കശമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കളക്ടർക്കും പഞ്ചായത്തിനും പോലീസ് അധികാരികൾക്കും നിർദ്ദേശം നൽകിയത്. പരിപാടി നടത്താൻ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട് എന്ന സംഘാടകരുടെ വാദങ്ങളെ തള്ളിക്കളയുകയാണ് ഹൈക്കോടതി ചെയ്തത്. 20,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയെക്കുറിച്ച് വ്യാപക പ്രചരണങ്ങൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയെങ്കിലും അതിനു വേണ്ടുന്ന ഔദ്യോഗിക അനുമതികളൊന്നും ഇതുവരെയും നേടിയിരുന്നില്ല എന്ന വിവരവും ഇതോടെ പുറത്തു വന്നിട്ടുമുണ്ട്. AVT ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന 1000 ഏക്കർ തേയിലത്തോട്ടവും ഫാക്ടറിയും ബോബി ചെമ്മണ്ണൂർ സ്വന്തമാക്കിയത് 2023 സെപ്റ്റംബറിലാണ്. ബോച്ചെ ഭൂമിപുത്ര എന്ന പേരിൽ പിന്നീട് ഇവിടം അറിയപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ഒട്ടേറെ വിവാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. AVTയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ റവന്യൂ ഭൂമിയാണെന്നും അതാണ് വളഞ്ഞ വഴിയിൽ ബോബി ചെമ്മണ്ണൂർ സ്വന്തമാക്കിയതെന്നുമായിരുന്നു അന്നുയർന്ന ആരോപണം. ഇത് സംബന്ധിച്ച് റവന്യൂ അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ടൂറിസം പ്രൊമോഷനു വേണ്ടി ബബിൾ ഹട്ടുകൾ നിർമ്മിച്ച് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ടൂറിസ്റ്റുകളെ എത്തിക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം. പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അത്തരം പ്രവർത്തനങ്ങളും പാതി വഴിയിൽ നിലച്ചു. തോട്ടഭൂമി അനധികൃതമായി തരം മാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സമീപമാണ് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ ഈ മേഖലയിലാണ് 10,000 കണക്കിന് പേർ പങ്കെടുക്കുന്ന ന്യൂ ഇയർ പാർട്ടി നടത്താനുള്ള നീക്കം ബോച്ചെ ഗ്രൂപ്പ് നടത്തിയത്. ടൂറിസം പ്രൊമോഷനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുടെ മറവിൽ ബോച്ചെ സൺബേൺ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ നടത്താമെന്നാണ് ബോബി ചെമ്മണ്ണൂർ കണക്കുകൂട്ടിയിരുന്നത്. ആ നീക്കമാണ് ഹൈക്കോടതിയുടെ കർക്കശ ഇടപെടലുകളിലൂടെ ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. സംസ്ഥാന ഭരണത്തിലും വിനോദസഞ്ചാര മേഖലയിലെ ഉന്നതരുമായുള്ള ബന്ധവുമാണ് നിയമം ലംഘിച്ചും നവവത്സര പരിപാടികൾ നടത്താമെന്ന തീരുമാനം കൈക്കൊള്ളാൻ ബോച്ചയ്ക്ക് ധൈര്യമേകിയത്. ഈ വിധത്തിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്താൻ പച്ചക്കൊടി കാണിക്കുന്നവർക്ക് കൂടിയുള്ള താക്കീതായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഈ സവിശേഷ ഉത്തരവ്.